ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞത് സെൽഫ് ചെക്കപ്പ്, സെൽഫിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ വൈബ്രേഷൻ സ്ലോ ചെയ്യുന്ന സമയത്ത് ഒരു ജർക്കിങ് പോലെ കാണിക്കുന്നുണ്ട്. സീറ്റ് കവർ മാറ്റണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണം. അത്രയും കേസാണ് പറഞ്ഞാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സീറ്റ് കവർ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് പുറമെ ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ സീറ്റ് അഴിച്ച് കൊടുത്തിരുന്നു, സീറ്റ് അടിക്കാനായിട്ട്. അതിനുശേഷം സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് വണ്ടി കയറ്റി ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ ബെൻഡെക്സ് ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. ബെൻഡെക്സ് കംപ്ലയിൻ്റ് ഉണ്ട്, സ്പ്രിങ്ങൊക്കെ പൊട്ടിപ്പോയേക്കാണ്. അതേപോലെ തന്നെ ബെൻഡെക്സ് കവർ ചെയ്തിരിക്കുന്ന ഒരു കപ്പാണത്, ആ കപ്പ് മൊത്തം പൊട്ടിക്കിടക്കാണ്. അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഇതിനകത്ത് വരുന്ന ഈ വീല് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. അതിൻ്റെ ടീത്ത് കണ്ട ഈ സൈഡൊക്കെ പല്ലൊക്കെ മൊത്തം ഒടിഞ്ഞു പോയേക്കാം. ഇവിടുത്തെ ഇതുണ്ട്, ഈ സൈഡ് മൊത്തം ഒടിഞ്ഞു പോയേക്കാണ്. അപ്പോൾ നമുക്ക് ഇത് മാറ്റിയിടാം, അതിൻ്റെ ഫിൻസിനും മാറ്റാം, ബെൻഡെക്സ് യൂണിറ്റ് മാറ്റിയിടാം. ഈ കപ്പടക്കം മാറ്റിയിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും മാറ്റി വരുമ്പോഴുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ ഇടാം. പിന്നെ അതിൻ്റെ എഞ്ചിൻ്റെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലീക്കേജ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു എഞ്ചിൻ്റെ ഉള്ളിൽ നിന്നാണ് ലീക്കുന്നതായിട്ട് തോന്നണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ തീരെ ലെവലില്ല, ഒട്ടും ഇല്ല ഓയിൽ. ഇത് ആകെയുള്ള ഓയിലാണ് ഈ കാണുന്നത് കേട്ടോ, ആകെ ഇത്ര ഓയിലുള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഓയിൽ നമുക്ക് എന്തെങ്കിലും മാറ്റണം, ഇതിനകത്തേക്ക് പുതിയ ഓയിൽ മിക്സ് ചെയ്യണമെന്ന് മണ്ടത്തരാം. കാരണം ഇത് കുറുകുറുന്നിരിക്കണം, അതായത് അത്രയും കൊഴുപ്പതാണ് ചാടി പിടിക്കുന്നുണ്ടോ, അത്രയും കൊഴുപ്പിലാണ് ഇപ്പോൾ കിടക്കണ ഓയിൽ. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്കിപ്പോൾ ഓയിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഓയിൽ ലെവൽ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ഒരു 1000 കിലോമീറ്റർ ഓടിക്കുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക എത്രത്തോളം കുറഞ്ഞു കൊണ്ടുവന്നൊരു ദിവസം. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു സമയം കിട്ടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഈ ഭാഗം മൊത്തം ഒന്ന് അഴിച്ച് നോക്കേണ്ടി വരും. ഇതിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഓയിൽ മാറ്റിയിട്ട് ഉപയോഗിക്കുക. കാരണം ഈ സൈഡൊക്കെ കണ്ട അത്യാവശ്യം ലീക്കേജ് ഉണ്ട്. അത് ആ കവറിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന കേസാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്താലാണ് എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഓയിൽ ഇല്ലാണ്ട് കൂടി ഉറപ്പായിട്ട് എഞ്ചിൻ പിടിക്കും, അതൊന്ന് ശ്രദ്ധിച്ചോളാം. ഇപ്പം നിലവിൽ എഞ്ചിൻ ഓയിൽ മാറ്റാൻ നമുക്ക് ഓയിൽ മാറ്റി ഈ ബെൻഡെക്സിൻ്റെ കംപ്ലയിൻറ്റ്, അതായത് സെൽഫിൻ്റെ ഈ കംപ്ലയിൻറ്റുകൾ, അതായത് ബെൻഡെക്സ് കപ്പ് ആ വീലൊക്കെ മാറ്റിയിട്ട് സെറ്റാക്കാം. അതിന് ശേഷം ഈ പറഞ്ഞ രീതികളെ ഉപയോഗിച്ച് ഇടയ്ക്ക് ചെക്ക് ചെയ്യണേഴ്സ് മറക്കരുത് കേട്ടോ. അതിനകത്ത് നമുക്ക് ബെൻഡെക്സ് യൂണിറ്റ് വരുമ്പോൾ ബെൻഡെക്സിൻ്റെ റേറ്റ് വന്നത് നമുക്ക് 960 രൂപ ബെൻഡെക്സ് യൂണിറ്റ്. പിന്നെ നമുക്ക് ആ ഫാനിന് വന്നത് 36 രൂപ നമുക്ക് അതിനുള്ളൂ. ഫാനിൻ്റെ ആ വീല് വരുമ്പോഴത്തേക്ക് നമുക്ക് 466 രൂപ വീലിന് വരുന്നുണ്ട്. പിന്നെ ഒരു 100 രൂപയാണ് ആ കപ്പിന് വന്നത്. ഇത്രയായിട്ടാണ് നമുക്ക് മെയിനായിട്ട് വന്നത്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറണം, ഓയിൽ ബോൾട്ട് വാഷ്, ഓറിങ്, സീറ്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കേസാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാനതിനൊരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. അപ്പോൾ അത് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.